പക്ഷേ ബാലുശ്ശേരി എന്നും ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണുള്ളത്. ഈ പ്രാവശ്യം എന്ത് പറയാൻ പറ്റിയില്ല. അൺപ്രഡിക്റ്റബിളാണ്. ബാലുശ്ശേരി എന്നല്ല, മൊത്തത്തിലൊരു മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഞങ്ങളെ പിണറായി സർക്കാർ തന്നെ വരും 3ാം തവണ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളൊന്ന് മാറ്റി കുത്തി അത്രേ ഉള്ളൂ. പക്ഷേ നിയമസഭയിൽ ഒരിക്കലും അത് പ്രതീക്ഷിക്കണ്ട. സച്ചിദേവൻ തന്നെ. കാരണം ഇവിടെ മുഖ്യ കക്ഷികൾ 3 പാർട്ടിയാണ്: CPM, UDF, LDF. അപ്പം BJP എങ്ങോട്ട് പോകുമെന്ന് നിങ്ങളൊക്കെ ചോദിക്കും. BJP ഇപ്പോൾ ഉള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളത്തിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും UDF നിൽക്കുന്ന സ്ഥലത്ത് മാനസികമായി ഒരു സഹായിക്കും, BJP നിൽക്കുന്ന സ്ഥലത്ത് UDF മാനസികമായി സഹായിക്കും. അത് നിങ്ങൾ പത്രക്കാരനോ ചാനലിനോ വരണമെന്നില്ല. അങ്ങനെ ഒരു വമ്പിച്ച മാറ്റം ഉണ്ടാവും. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു ബാലുശ്ശേരി നിയോജക മണ്ഡലം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തവണ UDFിനൊപ്പം നിൽക്കുമെന്നുള്ളതാണ് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഈ ഉറച്ച കോട്ട ഇത്തവണയും നിലനിർത്തുമെന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ബാലുശ്ശേരിയിൽ അടുത്ത MLA ആരായി? ഏത് മുന്നണിക്കാണ് സാധ്യത? ഇക്കാര്യം പരിശോധിക്കുകയാണ് നമ്മൾ. അതേക്കുറിച്ച് പൊതുജനങ്ങൾ തന്നെ പറയട്ടെ. ബാലുശ്ശേരിയിലാണുള്ളത്, അവർ തന്നെ പറയട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് UDFിന് അനുകൂലമായിട്ടാണ് വന്നത്. നിയമസഭയിൽ ആർക്കായിരിക്കും ഇത്തവണ ബാലുശ്ശേരി? അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിൻ്റെ കാറ്റ് കാണുന്നുണ്ട്. അതായത് കേരളം മൊത്തം ഒരു കാറ്റ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ 3 മാസത്തിനുള്ളിൽ എന്തെല്ലാം പെട്ടെന്ന് സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചായിരിക്കും ജനങ്ങളുടെ ട്രെൻഡ്. ഓക്കെ, ഈ മാറ്റത്തിൻ്റെ കാറ്റ് എന്ന് പറഞ്ഞാൽ ബാലുശ്ശേരിയിലുണ്ടാവും. ബാലുശ്ശേരി പറയാൻ പറ്റില്ല. ഓൾ കേരള സാധ്യതയുണ്ട്. UDFിന് ഇത്തവണ സാധ്യതയുണ്ട്. ബാലുശ്ശേരി ഇടതുപക്ഷത്തിൻ്റെ ഉരുക്ക് കോട്ടയാണ്. പക്ഷേ അത് നമുക്ക് ഏത് തരത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബാലുശ്ശേരി എന്നും ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണുള്ളത്. ഈ പ്രാവശ്യം എന്ത് പറയാൻ പറ്റില്ല. അൺപ്രഡിക്റ്റബിളാണ് ബാലുശ്ശേരി. കാരണം പക്ഷേ സാധാരണ ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കോട്ടയാണ് ഇത്തവണ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ UDFിന് വലിയൊരു നേട്ടമുണ്ടാക്കിയൊരു മണ്ഡലം കൂടിയാണ്. സാധ്യത പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സാധ്യത LDFിന് തന്നെയാണ്. നിയമസഭയിൽ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളൊന്ന് മാറ്റി കുത്തി അത്രേ ഉള്ളൂ. പക്ഷേ നിയമസഭയിൽ ഒരിക്കലും അത് പ്രതീക്ഷിക്കണ്ട. സച്ചിദേവൻ തന്നെ. LDFിനൊപ്പം. എന്താ ചാൻസ് ആർക്കാണ്? LDFിനാണോ UDFിനാണോ? സാധാരണ ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ച് നിയമസഭയിൽ ഇതുവരെ LDFാണ് ജയിച്ചത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭയും തദ്ദേശമൊക്കെ മാറിയിട്ടുണ്ട്. LDFിനാണ് ഉണ്ടാവും, ഉറപ്പാണ്. ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല. ബാലുശ്ശേരി LDFിനൊപ്പം തന്നെ. LDFിനൊപ്പം. കേരളം LDFിനൊപ്പം തന്നെ ആയിരിക്കും. ബാലുശ്ശേരി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ് പൊതുവെ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തവണ UDFിന് അനുകൂലമായിട്ടുള്ള കാറ്റ് കണ്ടു. നിയമസഭയിൽ എന്തായിരിക്കും സാധ്യത? LDF തന്നെ ആയിരിക്കട്ടെ. വീണ്ടും വരണോ? ബാലുശ്ശേരിയിൽ കേരളത്തിൽ ആരായിരിക്കും? കേരളത്തിൽ ഉറപ്പില്ല. ഉറപ്പില്ല. വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും പിണറായി സർക്കാർ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ജനങ്ങൾ മാറി ചിന്തിക്കാണ്ടിരുന്നാൽ ഇനിയും മുന്നോട്ട് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ഇവിടെ സാധ്യതയുള്ളത്? LDFിനായിരിക്കും നമ്മൾ പറയുന്നത്. മുഖ്യ കക്ഷികൾ 3 പാർട്ടിയാണ്: CPM, UDF, LDF. അപ്പം BJP എങ്ങോട്ട് പോകുമെന്ന് നിങ്ങളൊക്കെ ചോദിക്കും. BJP ഇപ്പോൾ ഉള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് കേരളത്തിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും UDF നിൽക്കുന്ന സ്ഥലത്ത് മാനസികമായി ഒരു സഹായിക്കും, BJP നിൽക്കുന്ന സ്ഥലത്ത് UDF മാനസികമായി സഹായിക്കും. അത് നിങ്ങൾ പത്രക്കാരനോ ചാനലിനോ വരണമെന്നില്ല. അങ്ങനെ ഒരു വമ്പിച്ച മാറ്റം ഉണ്ടാവും. ബാലുശ്ശേരി എന്നല്ല, മൊത്തത്തിലൊരു മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. പല പഞ്ചായത്തുകളും LDFിൻ്റെ കയ്യിൽ നിന്ന് UDF പിടിച്ചെടുക്കുകയും അപ്പോൾ ജനങ്ങൾക്ക് മൊത്തത്തിലൊരു മാറ്റം വരാനുള്ള സാധ്യത കേരളത്തിലുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ബാലുശ്ശേരി അങ്ങനെ തന്നെ വരാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ പിന്നെ ഇപ്പം ജനങ്ങളുടെ കയ്യിലുള്ള സംഭവം നമുക്കൊന്നും പറയാനില്ല. ബാലുശ്ശേരി നിയോജകം ഇനി തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ LDFിന് പൊടി പോലും കാണില്ല. പൊടി കാണില്ല. LDFിൻ്റെ കാണില്ല. കേരളത്തിലും കാണില്ല. പിടിച്ചെടുക്കാലും ഇവിടെ കിട്ടിയിരിക്കും, ജനങ്ങൾ കൊടുത്തിരിക്കും.
അത് പോവും, ഈ തവണ പോവും. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ജെൻസി ആണല്ലോ, സ്വാഭാവികമായിട്ടും നിങ്ങൾ ജെൻസി ഇവിടെ ബാലുശ്ശേരി ആർക്കായിരിക്കും സാധ്യത? പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളും 2 യുവ നേതാക്കളായിരിക്കും എന്നാണ് അറിയുന്നത്. ഒന്ന് സച്ചിൻ ദേവിനായിരിക്കും, മറ്റൊന്ന് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ആയിരിക്കും എന്നുള്ളതാണ് അറിവ്. പ്രഖ്യാപിച്ചിട്ടില്ല. ആർക്കായിരിക്കും ഇത്തവണ ബാലുശ്ശേരി? എനിക്ക് ഞാനൊക്കെ ഇപ്പോൾ ഒരു ഇതിലാണെങ്കിൽ ഞാനിപ്പോൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ടി നോക്കിയിട്ട് ഒരിക്കലും വോട്ട് ചെയ്യില്ല, പ്രവർത്തനം നോക്കിയിട്ട് വോട്ട് ചെയ്യണം. ഈ കേരളത്തിൽ ഇത്തവണ ആർക്കായിരിക്കും സാധ്യത? LDF ആണോ UDF ആണോ? LDFിൻ്റെ ഭരണം തുടരുമോ അല്ല UDF വരുമായിരിക്കും? അതിപ്പോൾ എങ്ങനെയാണ്, അതിപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ആരായാലും ജനങ്ങൾക്ക് നല്ല ഭരണം. എന്താ അഭിപ്രായം? എന്താ ഇത്തവണ ബാലുശ്ശേരി ആരായിരിക്കും? ബാലുശ്ശേരി LDF തന്നെയാണ് തോന്നുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയോജകമണ്ഡലത്തിൽ ആർക്കായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക? ഞാൻ ബേസിക്കലി ഒരു UDF കാരനാണ്. അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മൾ UDF സാധ്യതയുണ്ട്. ഇത്തവണ ആർക്കായിരിക്കും നിയമസഭയിൽ ചാൻസ് ഉള്ളത്? പ്രത്യേകിച്ച് ലോക്സഭയും തദ്ദേശമൊക്കെ UDF വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ബാലുശ്ശേരിയിലും. പക്ഷേ LDFിൻ്റെ ഉറച്ച കോട്ടയാണ് ബാലുശ്ശേരി അറിയപ്പെടുന്നത്. ഒന്നും പറയാൻ പറ്റൂല. ഫൈറ്റുണ്ടാവും. ഈസിയായിട്ടും ജയിക്കാൻ പറ്റൂല. പറയാൻ പറ്റൂല. കടുത്ത മത്സരമായി. എന്തായാലും CPM ജയിക്കും. ഞങ്ങളെ പിണറായി സർക്കാർ തന്നെ വരും, 3ാം തവണയും വരും, ഉറപ്പായിട്ടും വരും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ തിരിച്ചടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വിവരമില്ലാത്തവരെന്താ ചെയ്യുന്നത് വിചാരിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ഞങ്ങളെ മന്ത്രിയാ, നല്ല കാര്യം ചെയ്താൽ നമുക്ക് നല്ലത് നമുക്ക് ചെയ്യണം അല്ലേ? നല്ല കാര്യം ചെയ്തില്ലേ? പിന്നെ മനുഷ്യന്മാർക്ക് പറ്റാത്തതിന് എന്ത് ചെയ്യാനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്തൊരു ഗവൺമെന്റിൽ സച്ചിൻ ദേവ് മന്ത്രിയാവും. തീർച്ചയായിട്ടും ഞങ്ങളെ ബാലുശ്ശേരി ഇപ്പോഴുള്ള MLA മന്ത്രിയാവും, ആവണം. സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ട എന്നാണ്. അതെ, പോയി കുറച്ച് കോട്ടയാനും അത് ഇളകിപ്പോയി. അതേ പോക്കാണെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് നോക്കിയില്ല, ആദ്യം നോക്കിയില്ല, അതിലിങ്ങനെ ഒന്നും നോക്കിയില്ല, അതാ പറ്റിയ. എന്താ ഞാൻ എൽത്തൂരാ. എന്താ അഭിപ്രായം? ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇത്തവണ ആര് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. എനിക്ക് അതിനെപ്പറ്റൊന്നും അറിയില്ല. ഇതിന്റെ കോട്ടയായിട്ട് തുടരോ അല്ല UDFന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. LDF രാഷ്ട്രീയത്തിൽ ഇപ്പം രാഷ്ട്രീയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിൽക്കുക നമ്മളുടെ വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഞാനൊരു വർഷം വോട്ട് ചെയ്യുന്ന വരും. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നില്ല. നിയമസഭ രാഷ്ട്രീയം അതൊക്കെ അങ്ങനെയാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDF ഇത്രയും കാലം നിന്നത് ആണെങ്കിൽ കൂടി ഈ അടുത്ത പ്രാവശ്യം UDF ഇവിടെ തൂത്തുപാരും. കാരണം ഇപ്പോഴത്തെ ബാലുശ്ശേരി പിണറായിൻ്റെ സർക്കാരിൻ്റെ ഓരോരോ ഗുണങ്ങളും ദോഷങ്ങളും ജനങ്ങളിൽ തന്നെ നേരിട്ട് കണ്ടറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം UDF തൂത്തുപാരും എന്നുള്ള യാതൊരു സംശയവും ഒരു പൂച്ചക്കുട്ടിക്ക് പോലും ഉണ്ടാവില്ല. ബാലുശ്ശേരി ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയാണ്, അത് നിലനിർത്തും എന്ന് തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവർ ഏറെയുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ഉറച്ച കോട്ടയൊന്ന് ഇളകിയതാണ്. ആ ഇളക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. UDFനൊരു MLA ഉണ്ടാകും എന്ന് പറഞ്ഞവരും ഏറെയാണ്. എന്തായാലും ജനങ്ങൾ വിലയിരുത്തട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരാണ് വോട്ട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞത് മുഴുവൻ ബാലുശ്ശേരിയിലെ വോട്ടർമാരുമാണ്. ബാലുശ്ശേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.